ഇക്കായി ഫോറിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇന്ദ്രധനുഷ് ധർത്തി പർ ഉത്തര. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം തന്നെ ऊपर बहुत ऊंचाई पर नीले आकाश में एक इंद्रधनुष रहता था, उसका नाम था सप्तम. ഉയരത്തിൽ, വളരെ ഉയരത്തിൽ നീല ആകാശത്തിൽ ആരുണ്ട്? ഇന്ദ്രധനുഷ്, മഴവില്ല്, റെയിൻബോ ഉണ്ട്. ഉസ്കാ നാം ദ സപ്തം, അവൻ്റെ പേരാണ് സപ്തം. അപ്പോൾ നമ്മുടെ മഴവില്ലിൻ്റെ പേരെന്താണ്? സപ്തമാണല്ലേ. അപ്പോൾ ഈ ചിത്രത്തിലേക്ക് നോക്കൂ, മഴവില്ല് നമ്മളെ ഭൂമിയിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണല്ലേ. എന്തൊക്കെയാണ് കാണുന്നത്? നല്ല ഭംഗിയുള്ള മരങ്ങളെയും പർവ്വതങ്ങളെയും അതേപോലെ പുഴകളെയും ഒക്കെ ആസ്വദിച്ചിട്ട് ഇങ്ങനെ മഴവില്ല് നമ്മുടെ താഴേക്ക് ഇങ്ങനെ മുകളിൽ നിന്നും താഴേക്ക് നമ്മുടെ ഗ്രാമത്തിൻ്റെ ഭംഗി, നമ്മളെ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിട്ട് നിൽക്കുന്നതാണ് കാണുന്നത്. ഓക്കെ, ഇന്ദ്രധനുഷ് ധർത്തി പർ ഉത്തര. ഇന്ദ്രധനുഷ് എന്താണ്? ഇന്ദ്രധനുഷ് എന്ന് പറഞ്ഞാൽ മഴവില്ല് ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്, അതാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, ചിത്രകഥ, ഒരു ചിത്രകഥയാണിത് കേട്ടോ. ചിത്രം നോക്കി നോക്കാം, ചിത്രങ്ങൾ കണ്ട് നമുക്ക് പാഠം ഫുള്ള് കേൾക്കാം. അപ്പോൾ ഓക്കെ, ആകാശ് മേം രഹത്തെ രഹത്തെ മേം ഊബ് ഗയാ ഹൂം, ക്യോം ന ധർത്തി പർ ഹി ചലാ ജാവൂം. ആകാശത്തിൽ തന്നെ ഇങ്ങനെ താമസിച്ചിട്ട് എനിക്ക് മടുപ്പ് തോന്നി. ക്യോം ന ധർത്തി പർ ഹി ചലാ ജാവൂം, എന്താ ഭൂമിയിലേക്കൊന്ന് പോയാലോ എന്ന് വിചാരിക്കുകയാണ്. ആകാശത്ത് തന്നെ ഇങ്ങനെ നിന്ന് എനിക്കിങ്ങനെ മടുത്തു. ഊബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മടുപ്പ് തോന്നിയിട്ടുണ്ട്. അപ്പം ഇനി എന്താ ചെയ്യണത്? ഞാനിനി താഴേക്ക് ഇറങ്ങി വരികയാണ് എന്നാണ് പറയണത്. സപ്തം ഏക് സുന്ദർ സി ഘാട്ടി മേം ഉത്തർ ആയ. അപ്പോൾ സപ്തം എന്ത് ചെയ്യാണ്? ഒരു സുന്ദരമായ ഘാട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴ്വാരത്തിലേക്കാണ് ഫസ്റ്റ് വന്നത് കേട്ടോ. അപ്പോൾ സപ്തം ആദ്യം തന്നെ വന്നത് എങ്ങോട്ടാണ്? ഭൂമിയിലേക്ക് വന്നു. എന്നിട്ട് ഫസ്റ്റ് വന്നത് ഒരു താഴ്വാരത്തിൻ്റെ അടുത്തേക്കാണ് വന്നത്. ദിൻ ഭർ വഹ് ഘാട്ടി മേം ധൂംത രഹ. ധൂംന എന്ന് പറഞ്ഞാൽ ചുറ്റിക്കറങ്ങി നടക്കുക. അപ്പോൾ ആ ദിവസം മുഴുവൻ എന്ത് ചെയ്തു? ആ താഴ്വാരത്തിലൂടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടന്നു. അന്തേര ഹോനെ പർ വഹ് ഏക്ക് ഘനെ പേടിക്കെ പാസ് പഹൂഞ്ച. അപ്പോൾ എന്താ പറയുന്നത്? രാത്രിയായപ്പോൾ അന്തേര ഹോന എന്ന് പറഞ്ഞാൽ രാത്രിയായപ്പോൾ എന്ത് ചെയ്തു? അവനൊരു ഘനെ പേട്, ഒരു വലിയ മരത്തിൻ്റെ അടുത്തേക്ക് പോയി. പഹൂഞ്ച എന്ന് പറഞ്ഞാൽ എത്തുക. ഒരു വലിയ മരത്തിൻ്റെ അടുത്തേക്ക് എത്തി. എന്നിട്ട് എന്താ? സപ്തമ മരത്തിനോട് സംസാരിക്കുകയാണ് അല്ലേ. നമുക്ക് ചിത്രത്തിൽ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ നോക്കൂ എന്താ സംസാരിക്കുന്നത് എന്ന്. ക്യാ മേം തുമാരി ടഹനിയോം പർ ആരാം കർ സക്താ ഹൂം. എന്താ ചോദിച്ചത്? എന്താ ഞാൻ നിൻ്റെ ഈ മരച്ചില്ലയിൽ ഒന്ന് താമസിച്ചോട്ടെ എന്ന് ചോദിക്കുക. ആരാം എന്ന് പറഞ്ഞാൽ വിശ്രമിക്കുക. ഞാനൊന്ന് വിശ്രമിച്ചോട്ടെ നിൻ്റെ ഈ മരച്ചില്ലയിൽ. ടഹരി എന്ന് പറഞ്ഞാൽ ചില്ലകളിൽ ഞാനൊന്ന് റെസ്റ്റ് എടുത്തോട്ടെ എന്ന് ചോദിച്ചു. തും മേരീം ടഹനിയോം പർ നെഹി രഹ സക്തേ ഹേ. അപ്പോൾ മരം എന്താണ് ഉത്തരം പറഞ്ഞത്? നിനക്ക് എൻ്റെ ചില്ലയിൽ താമസിക്കാൻ പറ്റില്ല. യഹ് തുമാരെ ലിയേ സഹി ജഗഹ് നെഹി. നിനക്കുള്ള ജഗഹ് എന്ന് പറഞ്ഞാൽ സ്ഥലം. നിനക്കുള്ള സ്ഥലം ഇതിൽ ഇല്ല. നിനക്ക് ഇവിടെ താമസിക്കാൻ കഴിയില്ല. നിനക്ക് ഉള്ള സ്ഥലം ഇതിലില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യാണ് അവന്? നെക്സ്റ്റ് ഒരു വെള്ളത്തിൻ്റെ അടുത്തേക്കാണ് ചെന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ നോക്കാം എന്താ പറയണേന്ന്. ആജ് കി രാത്ത് മേം തുമാരെ പാനി മേം സോജാവും. ഇന്ന് രാത്രി ഞാൻ നിൻ്റെ വെള്ളത്തിൽ കിടന്നുറങ്ങിക്കോട്ടെ, ഞാനിവിടെ കിടന്നുറങ്ങട്ടെ എന്ന് വെള്ളത്തിനോട് ചോദിക്കുകയാണ്. അപ്പോൾ വെള്ളം എന്താ പറയുന്നത്? ജർണി എന്ന് പറഞ്ഞാൽ അരുവിയോടാണ് ചോദിക്കുന്നത് കേട്ടോ. മാഫ് കരോ ബായി, എന്നോട് ക്ഷമിക്കൂ ബായി. കിസി ജർണി കെ പാനി മേം ഇന്ദ്രധനുഷ് കൈസേ രഹ സക്താ ഹേ. എങ്ങനെയാണ് ഒരു അരുവിയിൽ അരുവിയിലെ വെള്ളത്തിൽ മഴവില്ലിന് ഉറങ്ങാൻ കഴിയുക എന്ന് ചോദിച്ചു. അപ്പോൾ എന്താ മഴവില്ല് ആദ്യം തന്നെ മരത്തിൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു. അതിനുശേഷം ഈ അരുവിയിലേക്ക് വന്ന് അരുവിയോട് ചോദിച്ചു. അപ്പോൾ അരുവി എന്താ പറഞ്ഞത്? കിസി ജർണിക്ക് പാനി മേം ഇന്ദ്രധനുഷ് കൈസേ രഹ സക്താ ഹേ. എങ്ങനെയാണ് ഇവിടെ നിനക്ക് വെള്ളത്തിലൊക്കെ കിടക്കാൻ പറ്റുന്നത്? വെള്ളത്തിൽ നിനക്ക് ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല. ഇന്ദ്രധനുഷിന് ഒരിക്കലും വെള്ളത്തിൽ താമസിക്കാൻ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു. സപ്തം ഏക്ക് ലടിക്കേക്ക് പാസ് ഗയ. സപ്തം പിന്നെ ഒരു കുട്ടിയുടെ അടുത്തേക്കാണ് ചെന്നത്. ക്യാ മേം തുമാരെ ഘർ മേം ആരാം കർ സക്താ ഹൂം. എന്താ ഞാൻ നിൻ്റെ വീട്ടിൽ ഒന്ന് താമസിച്ചോട്ടെ എന്ന് ചോദിച്ചു. ഒന്ന് വിശ്രമിച്ചോട്ടെ എന്ന് ചോദിക്കുകയാണ്. ക്യോം നെഹി,
വൈ നോട്ട്, എന്തുകൊണ്ട് പറ്റില്ല? തും ജറൂർ യഹാം ആരാം കർ സക്തേ ഹോ, നീ തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ട് വിശ്രമിക്കണം. അബ് തോ മേരാ അപ്ന ഇന്ദ്രധനുഷ് ഹോഗ, അപ്പോൾ എനിക്ക് എന്ത് ചെയ്യും? ഒരു മഴവില്ലിനെ കിട്ടുമല്ലോ എന്ന് പറയാണ്. ജോംപടി കെ അന്തർ മേം സപ്തം കെ സുന്ദർ രംഗ് ദിക്കായി നെഹീം ദേ രഹേ ദേ. ജോംപടി എന്ന് പറഞ്ഞാൽ ഹട്ട്, കുടില്. കുടിലിൻ്റെ അന്ധകാർ മേം, ആ ഒരു ഇരുട്ട് കാരണം, കുടിലിൻ്റെ ഉള്ളിൽ ഇരുട്ടായിരിക്കും അല്ലേ, അപ്പോൾ ആ കുടിലിൻ്റെ ഉള്ളിൽ ഇരുട്ട് കാരണം സപ്തം എന്ന് പറഞ്ഞാൽ ആരാണ്? മഴവില്ല്. മഴവില്ലിന് സുന്ദർ രംഗ് ദിക്കായി നെഹീം ദേ രഹേ ദേ, അവൻ്റെ നല്ല ഭംഗിയുള്ള നിറങ്ങളെ കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇരുട്ടായപ്പോൾ അവന് അറിയാം മഴവില്ലിന് 7 നിറങ്ങളാണല്ലേ, ആ നിറങ്ങളൊന്നും കാണാൻ പറ്റാതെയായി. വഹു ഉദാസ് ഹോഗയ, അവൻ ആകെ വിഷമിച്ചു പോയി എന്നാണ് പറയുന്നത്. തും അപ്നെ ആകാശ് സേ ബാഗ് ക്യോം ആയേ, നീ എന്തിനാ ആകാശത്തിൽ നിന്നും ഇങ്ങോട്ട് വന്നത് എന്ന് കുട്ടി മഴവില്ലിനോട് ചോദിച്ചു. യഹാം കെ പേട് പൗദേ നദിയാം പഹാഡ് ഔർ ഫൽ ഫൂൽ ആകാശ് സേ കിത്തനെ സുന്ദർ ദിക്കായി ദേത്തേ ഹേ, ഇവിടെയുള്ള മരങ്ങളും ചെടികളും അതേപോലെ പുഴകളും, പഹാഡ് എന്ന് പറഞ്ഞ പർവ്വതം, ഫൽ ഫൂൽ അതേപോലെ പൂക്കളും പഴങ്ങളും ഒക്കെ ആകാശ് സേ കിത്തനെ സുന്ദർ ദിക്കായി ദേത്തേ ഹേ, ആകാശത്തുനിന്ന് കാണുമ്പോൾ എന്ത് ഭംഗിയാണ്. അഗലി സുബഹ്, പിറ്റേ ദിവസം എന്താണ്? അപ്നെ ഘർ മേം മുജെ രഹ്നെ ദിയ, നിൻ്റെ വീട്ടിൽ എനിക്ക് താമസിക്കാൻ പറ്റിയില്ലേ, ബഹുത്ത് ശുക്രിയ, ഒരുപാട് നന്ദി. അബ് മുജെ വാപ്പസ് ജാനാ ഹേ, ഞാനിപ്പോൾ തിരിച്ചു പോവുകയാണ്. ലടിക്കേനെ ഉസെ വിദാദി, കുട്ടി യാത്രയാക്കി അവനെ. വർഷിക്കെ ബൂത് ബരസ്നെ ലഗി, എന്നിട്ട് എന്താണ്? മഴ പെയ്യാൻ തുടങ്ങുകയാണല്ലേ, മഴത്തുള്ളികൾ വരാൻ തുടങ്ങി. പൂർവ്വ മേം സൂര്യൻ കി കിരണവും ജലക്നെ ലഗി, അതിൻ്റെ ഒപ്പം തന്നെ എന്താണ്? സൂര്യൻ്റെ കിരണങ്ങൾ ഇങ്ങനെ തിളങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. സാത്ത് രംഗവും വാലെ ഇന്ദ്രധനുഷ് ചമക്നെ ലഗ, 7 നിറങ്ങളോട് കൂടിയിട്ട് ഇന്ദ്രധനുഷ് ചമക്നെ ലഗ, തിളങ്ങാൻ തുടങ്ങി. ഷൈനിങ്, നന്നായിട്ട് ഇങ്ങനെ മഴവില്ല് ഇങ്ങനെ, അതായത് മഴ വരുമ്പോഴാണല്ലേ നമുക്കെപ്പോഴും മഴവില്ലിനെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ മഴ വരുന്ന സമയമായപ്പോഴത്തേക്കും സൂര്യകിരണങ്ങളൊക്കെ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ആ ഒരു സമയത്ത് മഴവില്ല് സാത്ത് രംഗവും വാലെ 7 നിറങ്ങളോട് കൂടിയിട്ട് ഇങ്ങനെ തിളങ്ങാൻ തുടങ്ങി. സപ്തം ഫിർസെ അപ്ന ഘർ പഹൂഞ്ച് ഗയാദാ, അപ്പോൾ സപ്തം എന്ത് ചെയ്യാണ്? വീണ്ടും എൻ്റെ വീട്ടിലേക്ക് എത്തിച്ചേർന്നു എന്നിങ്ങനെ കുട്ടി പറയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ.